അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഇതിനായിട്ട് 150 ml കപ്പിന് 1.25 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കറുത്ത ശർക്കര ഒന്ന് പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കറുത്ത ശർക്കരയാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും കിട്ടും, നല്ലൊരു കളറും ഒക്കെ ഇതിനുണ്ടാവും. അപ്പോൾ അതുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വെള്ള ശർക്കര എടുത്താലും മതിയാവും. ഇനി ഒരു 1/4 കപ്പ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം നോർമൽ ഒരു മധുരമാണ് ഇതിനുണ്ടാവുക. അപ്പോൾ കുറച്ചും കൂടെ നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ശർക്കര എടുക്കുക. അതിൻ്റെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ശർക്കര പൊടിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 250 ml കപ്പിന് 1.25 കപ്പ് ശർക്കരയാണ്. അപ്പോൾ അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസിന്റെ അളവിന് 1.25 കപ്പ് ശർക്കര എടുത്താൽ മതിയോ. അത്യാവശ്യം മധുരം ഉണ്ടാവും, നോർമൽ മധുരമായിരിക്കും. കുറച്ചും കൂടെ നല്ല മധുരമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അളവ് കപ്പിനായാലും അതുപോലെ തന്നെ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലായാലും 1.5 കപ്പ് ശർക്കര എടുക്കുക. ഇതെല്ലാം ഒന്ന് മെൽറ്റായി വരട്ടെ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ശർക്കരപ്പാനിയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ എടുത്ത ശർക്കര മറയൂർ ശർക്കരയാണ്. അപ്പൊ അതിൽ കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അരിച്ചൊഴിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ചിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ അരിച്ചൊഴിക്കാത്തത് കൊണ്ട് കുറച്ചൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം ഈ ശർക്കര പാനി. ഒരു നൂൽ പാവൊന്നും ആയി പോകരുത്. ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ തിളച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ശർക്കര പാനി ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് കൂടുതൽ ഇളക്കരുത്, എന്നാൽ പിന്നെ ഒരു നൂൽ പാവായി പോവും. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ജസ്റ്റ് ഒന്ന് കുറുകി കിട്ടിയാൽ മാത്രം മതി. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ്. 2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയും ശർക്കര പാനിയും എല്ലാം ഒന്ന് യോജിച്ച് കിട്ടണം. ഇനി ശർക്കര പാനിയും തേങ്ങയും എല്ലാം യോജിച്ച് നല്ലതുപോലെ ഒന്ന് വറ്റി വരണം. അപ്പൊ നിങ്ങൾക്ക് തേങ്ങ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ 1 കപ്പ് തേങ്ങയും അതുപോലെ തന്നെ ഇതിലേക്ക് 1 കപ്പ് അവിലും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും. വെള്ള അവിലോ ചുമന്ന അവിലോ ഏതെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാകും. രണ്ടും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് തേങ്ങ ഇതുപോലെ ചിരകി ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും. തേങ്ങ കിട്ടാനില്ലെങ്കിൽ മാത്രം കുറച്ച് അവിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ എടുത്താൽ അതേ അളവ് കപ്പിൽ തന്നെ അവിലും എടുക്കുക. ഇതിനൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതെല്ലാം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഡ്രൈ ആവാൻ നിൽക്കണ്ട. കുറച്ച് ഇതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഏലക്കപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഞാനിപ്പോൾ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണ് 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ എടുക്കുന്ന ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 4 എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 ഒന്ന് തല്ലി ഇട്ട് കൊടുത്താലും മതി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇതുപോലെ ഡ്രൈ ആവരുത്, ചെറിയ ഒരു നനവുണ്ടായിരിക്കണം. ഇനി ഫ്ലെയിം ഓഫാക്കി നല്ലതുപോലെ ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസിന്റെ അളവിന് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി അളന്നെടുക്കുക. 2ാമത്തെ കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പും ഈ ഗോതമ്പ് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കലക്കിയെടുക്കാം. ചെറിയൊരു കട്ടിക്ക് വേണം ഈ മാവൊന്ന് കലക്കിയെടുക്കാൻ. ഇനി ഈ മാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഓരോ ബ്രാൻഡ് ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളത്തിന്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും.
അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. വീണ്ടും ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുറച്ച് കട്ടിക്ക് നമുക്കൊന്ന് കലക്കി എടുക്കണം. 1/2 കപ്പ് ഫുള്ളായിട്ട് ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പം മാവ് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കി എടുക്കുക. ഒന്നിൽ വിസ്ക് വെച്ചിട്ട് കലക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് കലക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ കൈ വെച്ചിട്ട് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം കറക്റ്റായിരുന്നു. ഈ ഒരു രീതിക്ക് വേണം ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല. നമുക്ക് കോരി ഒഴിക്കാൻ പാകത്തിന് ഈ ഒരു രീതിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് ഇപ്പം ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വാഴയില കുറച്ച് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇല ഒന്ന് വാട്ടി എടുത്തിട്ടുള്ളതാണ്. കുറച്ച് വലിപ്പത്തിൽ വേണം ഇതുപോലെ ഇല ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകി എടുക്കുക. കഴുകി തുടച്ചതിന് ശേഷം ഇല ഒന്ന് വാട്ടിയെടുക്കാം. അപ്പം അങ്ങനെ എടുത്തിട്ടുള്ള ഇലയാണ്. ഇല വാട്ടി വേണം എടുക്കാനായിട്ട്. ഇനി നമ്മൾ കലക്കി വെച്ച മാവിൽ നിന്നും കുറച്ച് മാവ് ഇങ്ങനെ കയ്യിലെടുക്കുക. ഇനി നമ്മൾ കയ്യിൽ കോരിയെടുത്ത മാവ് ഈ ഇലയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കനം കുറച്ച് പരത്തിയെടുക്കുക. അപ്പൊ ഇതുപോലെ റൗണ്ടിൽ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ കൈ വെച്ച് പരത്തിയെടുത്ത മാവിന്റെ നടുവിലായിട്ട് നമുക്ക് എത്രയാണോ ഫില്ലിംഗ് വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഫില്ലിങ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇതിന്റെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പൊ നടുഭാഗത്ത് മാത്രം ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഈ അറ്റത്തോട്ട് വെച്ച് കൊടുക്കരുത്. ഇനി ഈ ഇല രണ്ടായിട്ട് മടക്കാം. രണ്ടായിട്ട് അത് മടക്കിയിട്ടുണ്ട്. ഇല ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. വീണ്ടും ഇവിടെ ഒന്ന് മടക്കി കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കുക. ഇപ്പൊ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുക. അപ്പൊ ഇങ്ങനെ മടക്കിയെടുക്കുക. അപ്പൊ ഈ രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. കൈകൊണ്ട് കോരി ഒഴിച്ച് നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലൊരു സ്പൂണിൽ മാവ് കോരി ഒഴിച്ച് ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. കനം കുറച്ച് ഒന്ന് പരത്തിയെടുക്കുക. നല്ല കനം കുറച്ച് വേണം പരത്തിയെടുക്കുക. ആ കനം കുറച്ച് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഫില്ലിങ് വെച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ നടുവിലായിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒരറ്റത്ത് വെച്ചിട്ട് മടക്കി എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ നടുവിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഈ ഫില്ലിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപഴം വേണമെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെറുപഴം ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ചെറുപഴം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. വെറും തേങ്ങയും ശർക്കരയും നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചെറുപഴം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മടക്കി കൊടുക്കാം. അപ്പം ഈ ഒരു രീതിക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഈ വാഴയില ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് മാവ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് കനം കുറച്ച് പരത്തിയെടുക്കാം. ഇപ്പൊ റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരറ്റത്ത് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇല ഒന്ന് മടക്കി കൊടുക്കുക. ഈ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പൊ ഈ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ വശവും ഒന്ന് മടക്കി കൊടുക്കുക. ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 3 രീതിയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ള രീതി ആ രീതിയിൽ ചെയ്തെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പൊ നമ്മൾ 3 ടൈപ്പിൽ ഇലയിൽ മാവ് കോരി ഒഴിച്ച് പരത്തിയെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്നും 2 അട നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പൊ ഇതിൽ നിന്നും 2 അട എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ആവിയേറ്റി എടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇത് ആവിയേറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ ചെറിയ ഹോളുള്ള തട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ തട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഡലി തട്ട് തിരിച്ചിട്ട് കൊടുത്താലും മതി. ഇനി ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം.
എല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം രണ്ടെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആവിയിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മാവൊന്നും ഒലിച്ചൊന്നും പോകില്ല. കുറച്ച് നീളത്തിലുള്ള ഇല എടുത്താൽ മതിയാവും. ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ആവിയിട്ട് എടുക്കാം. ഇത് ആവിയേറുന്ന സമയം കൊണ്ട് ഇനി ചൂടായി കിടക്കുന്ന ഒരു തവയിലേക്ക് രണ്ട് നമ്മൾ പരത്തിയെടുത്ത അട വെച്ച് കൊടുക്കാം. കുറച്ച് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് ഇലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമല്ലോ, അപ്പൊ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഇലയൊക്കെ അതാ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ചൂടാണ്. എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഈ സൈഡും ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പൊ രണ്ട് സൈഡും ഇല ഇതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ മൊരിഞ്ഞ് രണ്ട് സൈഡും വരണം. അപ്പം നമ്മുടെ ഇലയട ഇതാ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ആവിയേറ്റി എടുക്കാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യാം. ഇനിയിപ്പം ഇതത് തുറന്ന് കാണിച്ചു തരാം. അപ്പം ഇലയിൽ നിന്നും ഇതുപോലെ അട വിട്ട് വരും. കണ്ടോ, നല്ലോണം മൊരിഞ്ഞ് ഇലയിൽ നിന്നും അട വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ചൂടാണ്, ചൂട് മാറിയിട്ട് എടുക്കാം. ഇനി ഇതിന്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പൊ ഇത് ആവിയേറ്റാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല ചൂടാണ്. ഇതായിട്ടുണ്ടോന്ന് കണ്ടില്ലേ, ഇലയിൽ നിന്ന് ഇതാ വിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ചൂടൊക്കെ മാറിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ നിന്നും ഇത് പുറത്തെടുക്കാം. അപ്പൊ നല്ല സൂപ്പറായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ടിരിപ്പുണ്ട്. ഇത് നമ്മൾ ചുട്ടെടുത്ത ഇലയുടെ. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, ഉള്ളിയൊക്കെ നല്ല ജ്യൂസി ആയിട്ട് ഫില്ലിങ് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ 3 മെത്തേഡിൽ ഞാൻ ആവിയിൽ വേവിച്ചത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ ചുട്ടെടുത്തും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചുട്ടെടുത്തും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. അപ്പം ആവിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചുട്ടെടുത്ത് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്